മോമി മേക്ക് ഓവർ. അതും ഈ പറഞ്ഞതുപോലെ ഈ അടുത്താണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത് മോമി മേക്ക് ഓവർന്ന്. ഇപ്പം നമ്മൾ നേരത്തെ ഒക്കെ കേട്ടിട്ട് നമ്മളും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിരുന്ന കാര്യമാണ് ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സെലിബ്രിറ്റീസ് എങ്ങനെ ഇപ്പോഴും ഇത്ര കൃത്യമായിട്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ റീലൊക്കെ കോമഡി റീലുകളൊക്കെ ഇറക്കാറുണ്ട്. മോമി മേക്ക് ഓവറിൽ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻസ്? സി വാട്ട് എവർ എന്തെല്ലാം ചേഞ്ചസ് ആ ഒരു പെണ്ണിൽ മദർ ആയ ശേഷം ഫ്രോം യുവർ ഹെഡ് ടു ടോ ഓൾമോസ്റ്റ് യു ക്യാൻ കോൾ ഹെയർ ലോസ് ആയിരിക്കും. A small complaint, but around 3 to 4 months postpartum, every female will have hair loss. കേട്ടോ. സോ അത് ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോസ്മെറ്റിക് തന്നെ എങ്കിൽ ദാറ്റ് ഇസ് ഡിസ്ട്രെസ്സിങ് ഫോർ ഹെർ. സോ അതേപോലെ ഇഫ് യു കം ഡൗൺ ബ്രസ്റ്റ് ചേഞ്ചസ് ആവും, സാഗിങ് ആയിരിക്കും, ഹെവിയർ ബ്രസ്റ്റ് ആയിരിക്കും. ഇമീഡിയറ്റ്ലി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഡെഫിനറ്റ്ലി വിൽ നോട്ട് ആസ്ക് ഫോർ എ മോമി മേക്കർ ഓർ പേഷ്യൻ്റ് ഓൾസോ വിൽ നോട്ട് കം ഫോർ ഇറ്റ്. ബട്ട് ആഫ്റ്റർ ഒരു 5 years ആയി, 7 years ആയി, 8 years ആയി, ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് ബാക്ക് ടു നോർമൽ. So അപ്പോൾ എല്ലാം ഡിസ്ട്രെസ്സിങ് ആവും. ആൻഡ് നോട്ട് ഓൺലി ലുക്ക് വൈസ് ബട്ട് ഇമാജിൻ ഇഫ് യു ആർ ഹാവിങ് എ ഹെവിയർ ബ്രസ്റ്റ്, ബാക്ക് പെയിൻ വരാൻ തുടങ്ങും. ദാറ്റ് മീൻസ് അപ്പർ ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ വരാൻ തുടങ്ങും. സോ ദാറ്റ് ഓൾസോ ഇസ് എ കൺസേൺ. അവർ ഓർത്തൊക്കെ പോവില്ല, കുറേ എനിക്ക് വേദനയാണ്. ഇപ്പോൾ ആൾക്കാർ ഞാൻ ബാക്ക് പെയിൻ പറഞ്ഞിട്ട് ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ദേ ആർ മിസ്കൺസെപ്ഷൻ. ബിക്കോസ് ബ്രസ്റ്റ് കൊണ്ട് ബാക്ക് പെയിൻ വരുമെന്ന് ആരും വിചാരിക്കില്ല. ബ്രസ്റ്റ് വന്ന ബാക്ക് പെയിൻ ഉണ്ടാവും. ബാക്ക് പെയിൻ നോട്ട് ലൈക്ക് ആവറേജ്, മനസ്സിലായി, ഹെവിയർ ഓൺ ദി ഹെവിയർ സൈഡ്. പിന്നെ വെൻ യു കം ഡൗൺ എബ്ഡോമിൻ്റെ ഒന്ന് സ്കിൻ ലാക്സിറ്റി. ഇറ്റ്സ് ഇന്റേർണൽ പ്ലസ് എക്സ്റ്റേർണൽ. കോസ്മെറ്റിക് വൈസ് ഡെഫിനറ്റ്ലി സ്കിൻ ലാക്സിറ്റി ഉണ്ടാവും. ആൻഡ് സ്ട്രെച്ച് മാർക്സ് കുറേ ഉണ്ടാവും, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. ചില ആൾക്കാർക്ക് കുറച്ചും കൂടി കുറവാകും, ചില ആൾക്കാർക്ക് കൂടുതലായിരിക്കും. ഇറ്റ് വിൽ സ്റ്റേ ഓൺ ഡിപ്പെൻഡിങ് ഓൺ യുവർ സ്കിൻ ഹെൽത്ത്. ആസ് എ ഗൈനക്കോളജിസ്റ്റ് വി യൂഷ്വലി ടെൽ ദാറ്റ് പ്രഗ്നൻസിയിലെ സ്കിൻ കെയർ എടുക്കാൻ തുടങ്ങണം. Now when your skin is stretching, if your skin is healthy, it will not have stretch marks. If your skin is dry, not moisturized, stretch marks കൂടുതലേ വരും. Okay, definitely pigmentation ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടുവരണത്. ബട്ട് സ്ട്രെച്ച് മാർക്ക് ഇസ് സംതിങ് വിച്ച് ഇസ് ടു എൻ എക്സ്റ്റെൻറ്റ് പ്രിവെൻറ്റബിൾ. അറ്റ്ലീസ്റ്റ് കുറവാക്കാൻ പറ്റും പ്രഗ്നൻസിയിൽ തന്നെ. പിന്നെ വെൻ യു ഗോ ഇൻസൈഡ് ഇൻ ടു ദി അബ്ഡോമൻ, മസിൽ ലാക്സ് ആകുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് എക്സസൈസ് കൂടുതൽ ചെയ്താലോ ഇല്ല റെസ്റ്റ് എടുത്തില്ലാണെങ്കിൽ, എക്സസൈസ് ചെയ്തില്ല റെസ്റ്റ് എടുത്തില്ലാണെങ്കിൽ മസിൽ ലാക്സിറ്റി അങ്ങനെ തന്നെ നിൽക്കും. സോ അത് ഡൈവേരിക്കേഷൻ ആയിട്ട് സൈഡിലേക്ക് വരും. ബേസിക്കലി മസിൽസ് വിൽ ഗോ ടു ദ അതർ സൈഡ്സ്. ഇപ്പോൾ വയർ ഇത്ര വലുതാവുമ്പോൾ ഒരു സെൻറ്റർ ഒരു മസിൽസ് ഉണ്ടാവും, വയറിനൊരു മസിൽസ് ഉണ്ടാവും. ആ 2 മസിൽസും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇറ്റ് ഗോസ് അതർ സൈഡ്. സോ അപ്പോൾ എന്താ പറഞ്ഞാൽ അപ്പോൾ അത് എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഫാറ്റ് ഇല്ലെങ്കിലും ഒരു എന്താ പറയുക ഉള്ളിലത്തെ ഒരു കുടലും അല്ലെങ്കിൽ നമ്മളെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവില്ലേ, ദാറ്റ് വിൽ പുഷ് ഇറ്റ് ഔട്ട് സൈഡ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു വലിയ സ്റ്റോൺ ഉണ്ടാവില്ല. സോ വാട്ട് വി ഡു ഇൻ എ മോമി മേക്കോവർ ഇസ് ദാറ്റ് ഈ മസിൽസ് നമ്മൾ ഉള്ളിൽ സ്റ്റിച്ച് ആക്കും. സോ ബേസിക്കലി ഇറ്റ് ഇസ് നോട്ട് കോസ്മെറ്റിക് ഓൾസോ, ഇറ്റ് ഇസ് ഫങ്ഷണൽ. വി ആർ ഇംപ്രൂവിങ് ദാറ്റ് മസിൽ ടോൺ. ആ മസിൽ ടോൺ ഇംപ്രൂവ് ആകുമ്പോൾ അവർ ഒരു എന്താ പറയുക അവരുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് സസ്റ്റെയിൻ ചെയ്യാൻ ഈസി ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വയറ് വളരെ കൂടുതലുണ്ടെന്ന് പറയാം, അവർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യാനാവില്ല. ഫോർ എക്സാമ്പിൾ ബെൻഡിങ് ആൻഡ് വർക്കിംഗ്, ഡൂയിങ് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ വയറിൻ്റെ പ്രഷർ കൂടുതലാവുമ്പോൾ ശ്വാസം മുട്ടൽ വരും. ദാറ്റ്സ് ഓൾസോ അനദർ പ്രോബ്ലം ബിക്കോസ് വെൻ യു വയർ കൂടുതലാകുമ്പോൾ പിന്നെ ബ്രീത്തിങ് ഇഷ്യൂ. രണ്ടാമത്തെ പ്രോബ്ലം വയറും ഫാറ്റ് കൂടുതലായാലും വെരിക്കോസ് മീൻസ് വരും. Because pressure on the വയറിൽ ഫാറ്റ് കൂടിയാലോ, because pressure your body weight is increasing, your legs are bearing it. Pregnancy lo varicose veins വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. So post pregnancy these chances increases. Because pregnancy weight അല്ലേ ഒരു ബോഡിന്റെ ഒരു weight വരുമ്പോൾ we get varicose veins in the legs because ഈ ഒരു എല്ലാം see everything is connected, അങ്ങോട്ടും ഇങ്ങോട്ടും connections. So mommy makeover is a very it's not a surgical procedure. അതൊരു ടേം അല്ല, മെഡിക്കൽ ആയിട്ട് mommy makeover ഒരു ടേം ഇല്ല. It is basically these changes what a mommy changes is there, no? So the corrections of that, so including vaginoplasty, vaginal rejuvenation also you can call, because see vaginal rejuvenation, vaginoplasty, it's a very fine line there. Sexual dysfunction ആയിട്ട് മാറും അത്. It might spoil your interpersonal relationship with your husband also, or ഭാര്യ ഭർത്താവിൻ്റെ ഒരു തമ്മിൽ ഒരു ഫീലിങ്സ് കുറവാകും, അവിടുത്തെ നെർവ് സപ്ലൈ ബ്ലഡ് സപ്ലൈ എല്ലാം കുറവാകും വെജാനൽ ഏരിയ. സോ ഐ വാസ് ജസ്റ്റ് ലിസ്റ്റിംഗ് ഔട്ട് ദോസ് ചേഞ്ചസ് വാട്ട് എവർ ഹാപ്പൻസ്. സോ എല്ലാ കറക്ഷൻ ആ പെണ്ണുക്ക് എന്തെല്ലാം അത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. സോ അതിൻ്റെ കറക്ഷനാണ് വിറ്റ് കോൾ ഇറ്റ് ആസ് മോമി മേക്കോവർ. നോട്ട് ബേസിക്കലി ഒരു ഇങ്ങനത്തെ സർജറി ഇങ്ങനെ മോമി മേക്കർ പറഞ്ഞില്ല. ബേസിക്കലി മോമി മേക്കർ ഒരു പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഡെലിവറിക്ക് ശേഷം പ്രഗ്നൻസി കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നോ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യും. ഇറ്റ് കംസ് അണ്ടർ ദ മോമി മേക്കർ. ഇറ്റ് കംസ് അംബ്രല്ല കൈൻഡ് ഓഫ് തിങ്. കുറേ പ്രൊസീജിയർ അതിൽ വരും. സോ വെരി ഡിപ്പാർട്ട്മെന്റ് അതിൽ ഇൻവോൾവ് ആവും. ഓരോ ആൾക്കാർക്ക് ഓരോ പ്രശ്നം ഉണ്ടാവും. സം പീപ്പിൾ വിൽ ഹാവ് ഓൺലി ടമ്മി പ്രോബ്ലംസ്, സം പീപ്പിൾ വിൽ ഹാവ് ഓൺലി ബ്രസ്റ്റ് പ്രോബ്ലംസ്. ലൈക്ക് എവറിങ് ഇസ് ഫൈൻ, എൻ്റെ ബ്രസ്റ്റ് ഒന്നും ഇത് ശരിയായിട്ട് ബാക്കിലോട്ട് പോയിട്ടില്ല എന്നുള്ളത്, ദാറ്റ് ഹെവിനെസ് ഓഫ് ദി ബ്രസ്റ്റ് ഇസ് സ്റ്റിൽ ദർ. ചില ആൾക്കാർക്ക് ബ്രസ്റ്റ് ഡിസ്ക്രിപ്പൻസി ഉണ്ടാവും.
one will be normal because breastfeeding ചില ആൾക്കാർ പൊസിഷൻ വ്യത്യാസം കൊണ്ടു they do feed only in the one breast, so other breast becomes small, and it not becomes small, it's same, it remains same. The one which is fed more becomes a little bigger, so they come for augmentation of the other breast or asking for options for what can be done to equalize these two breasts. So these are all the common complaints what we see. മോമി മേക്കോവറിൽ വരുന്ന ഇതൊക്കെയാണ്. ഓക്കെ ഡോക്ടർ, യു ആർ എ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. ഇപ്പോൾ ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കണ്ടിരുന്ന പോലെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാം, പക്ഷേ ഇപ്പോൾ ദർ ആർ നമ്പർ ഓഫ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ്, IVF ക്ലിനിക്സ്, അതിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്സ് കുറേ ഉണ്ട്. അതായത് ദർ ആർ റിപ്രൊഡക്റ്റീവ് പ്രോബ്ലംസ്. ഒരുവിധം എല്ലാ ഫീമെയിൽസിനും PCOS PCOD എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആണ്. അതില്ലാത്തവരാണ് റെയർ കേസ്, അതുള്ളവർ വളരെ കോമൺ ആണെന്നുള്ളത്. അപ്പം ഈ വരുന്ന ആളുകളിൽ നമുക്ക് നോട്ടീസ് ചെയ്യുന്നത് ഒരു 10 years വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്, എന്താ ഒരു മാറ്റം വന്ന ആളുകളുടെ? There are two things. One is ആൾക്കാരിൽ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആവുന്നുണ്ട്. ആസ് വി വർ ഡിസ്കസിങ്, മുമ്പ് പോലെ പെണ്ണുകൾ കുറേ വീട്ടിലിരുന്നിട്ടുള്ള ജോലികളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ദേ നെവർ യൂസ് ടു ഗോ ഔട്ട് മച്ച്. ഓക്കെ, ആ വർക്കിംഗ് ഫീമെയിൽ പോപ്പുലേഷൻ കുറച്ചും കൂടി കുറവുണ്ടായിരുന്നു. So there are two things involved in this. One is physical activity. One more is your stress levels. So these two things are major no for fertility. അങ്ങനെ പറഞ്ഞിട്ട് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞില്ല, ബിക്കോസ് ഐ എം ഓൾസോ വർക്കിംഗ്, ബട്ട് യു ഹാവ് ടു ട്രൈ ടു ബാലൻസ് ദീസ് ടു തിങ്സ്. യൂഷ്വലി പേഷ്യൻസ് വരുമ്പോൾ വാട്ട് ഐ ടെൽ ഇസ്, സി ഓക്കെ, ഞാൻ എൻ്റെ അമ്മയെ പോലെ ജോലി ഒന്നും ചെയ്യുന്നില്ല, ഡെഫിനറ്റ്ലി യു ആർ ഓൾസോ നോട്ട് ഡൂയിങ് ദാറ്റ്. സോ അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു ഡെഡിക്കേറ്റ് സം 20 to 30 minutes in a physical activity. Okay, that is one thing. Your physical activity, your lifestyle in that way is changing. Your food habits. നിങ്ങൾ കുറച്ചും കൂടി accessibility to junk food, or I don't want to put it as junk food, but yes, unhealthy food കുറച്ചും കൂടി അധികമായിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കൂ, ഓർഡർ ചെയ്യൂ, ഓർഡർ ചെയ്യുക, ബിക്കോസ് യുവർ accessibility is less. നടക്കുന്നില്ല, വി ആർ നോട്ട് വാക്കിംഗ്. മുമ്പ് ഓല ഉണ്ടായിട്ടില്ല, ടാക്സീസ് ഉണ്ടായിട്ടില്ല. wherever you go you have to walk till your bus stand. At least bus stop വരെയെങ്കിലും നടക്കുമായിരുന്നു. പോയി പ്ലസ് യു ഗോയിങ് ടു യുവർ ജോബ്. എവിടെ പോയാലും എത്ര മിനിമം ആയിരിക്കും, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, സ്ട്രെസ് ഉണ്ടാവും. ഒരു ആൾക്ക്, ഒരു പെണ്ണിക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. ദേ ഹാവ് ടു മാനേജ് ഹോം, ദേ ഹാവ് ടു മാനേജ് വർക്ക്, ദേ ഹാവ് ടു മാനേജ് ദിയർ ഓൺ സെൽഫ്സ് ആൻഡ് യുവർ ഫാമിലി മെമ്പേഴ്സ്. സോ ആ ഒരു സ്ട്രെസ് ലെവൽസ്, ദീസ് ആർ ദി ടു മെയിൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടു ഈ ഒരു ഫെർട്ടിലിറ്റി ഓർ ഇൻഫെർട്ടിലിറ്റി ഐ ക്യാൻ കോൾ ആർ ഇൻക്രീസിങ്. പ്ലസ് അതല്ലാതെ നമ്മളുടെ ഡോക്ടർ സൈഡിൻ്റെ ഉള്ള ഡിറ്റക്ഷൻ റേറ്റ് കൂടുതലാവുന്നുണ്ട്. ലൈക്ക് നൗ വി ഹാവ് അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ടു ഓഫർ യു. മുമ്പെല്ലാം ആ പെണ്ണുക്ക് കുട്ടികളെ ഇല്ല, അങ്ങനെ തന്നെ മരിച്ചു. ദാറ്റ് വാസ് ദെയർ കോമൺലി. ആ ഒരു കപ്പിൽ കുട്ടികളായിട്ടേ ഇല്ല. നൗ വി ആർ ഏബിൾ ടു ഡിറ്റക്ട് ദാറ്റ് ഏർലി. കാരണം എന്താ, അതൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സോ വി ഹാവ്, സയൻസ് ഓൾസോ ഈസ് അഡ്വാൻസ്ഡ് ഇൻ പിക്കിംഗ് അപ്പ് തിങ്സ്. ഡെഫിനറ്റ്ലി females are also going into stress levels in lifestyle. These are the two things why infertility rate is detected more, I can call it. And because the treatments are there, it is detected more, centers are coming more, because we are providing treatments and everybody wants to give you advanced treatments. So in that way centers are increasing. Okay, അപ്പോൾ നടക്കണം, ഭക്ഷണം ശ്രദ്ധിക്കണം, മിനിമം ഒരു 30 minutes എങ്കിലും വർക്ക്ഔട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കുറേയൊക്കെ PCOS PCOD കൺട്രോൾ ചെയ്ത് ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ. ഓക്കെ, കമ്മിങ് ടു ഡയറ്റ്, നമ്മൾ ഫീമെയിൽ ഹെൽത്തിന് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡോക്ടർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുമല്ലോ, ഇല്ലേ? അത്യാവശ്യം. അത്യാവശ്യം ഉള്ളെങ്കിൽ മനസ്സിലാക്കാൻ സാധ്യതയില്ല, ഡോക്ടർ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ സോഷ്യൽ മീഡിയയിൽ യു വുഡ് ഹാവ് സീൻ മാജിക്കൽ ഡ്രിങ്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഈ ഫീമെയിൽ ഹെൽത്തിന്, പെൺകുട്ടികളുടെ ശരീരത്തിന് ഏറ്റവും മാജിക്കൽ ഡ്രിങ്ക്, ഇത് നിങ്ങളുടെ ഹോർമോൺസ് ബാലൻസ് ചെയ്യും, ഇത് നിങ്ങളുടെ PCOSനെ ക്യൂർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ കുറേ ഡ്രിങ്ക് പറയാനാണെങ്കിൽ കുറേ മിക്സ് തന്നെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഈസ് സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തെങ്കിലും മാജിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് ലൈക്ക് ഹൗ എ മജീഷ്യൻ ഈസ്. അവർ നിങ്ങൾ ഉള്ള സാധനം കാണാതെ പോലെ ചെയ്ത് കൊടുക്കും. ഫ്രാങ്ക്ലി സൊല്യൂഷൻ ഞാൻ പറയട്ടെ, സിമ്പിൾ പച്ചവെള്ളം കുടിച്ചാൽ മതി. ദാറ്റ് ഈസ് ഓൺലി വി ആർ ഫർഗെറ്റിംഗ്. 2 to 3 liters ഓഫ് വാട്ടർ പെർ ഡേ നമ്മൾ കുടിക്കണം പറയും. ദാറ്റ് വി ഡോണ്ട് ഡു, എസ്പെഷ്യലി ഇൻ ദ ട്രോപ്പിക്കൽ വെതർ. ഇപ്പോൾ നമ്മൾ ഈ വെതറിൽ സംടൈംസ് വി ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ടൈം കിട്ടില്ല. ദാറ്റ് ഇസ് എ മേജർ ഇഷ്യൂസ് ദർ. ഒരു പെണ്ണുകളായാലും ആണുകളായാലും ഒരു അറ്റ്ലീസ്റ്റ് പെർ ഡേ ഇഫ് യു ഹാവ് മിനിമൽ എമൗണ്ട് ഓഫ് 2 to 3 liters ഓഫ് വാട്ടർ, സിമ്പിൾ വാട്ടർ, ഡോണ്ട് കോംപ്ലിക്കേറ്റ് ഒന്നും, വെരി സിമ്പിൾ മാജിക്കൽ ഡ്രിങ്ക് at all. That's enough. But yes, magical drink means if it is of natural ingredients, like what I told you, emphasis on diet. Imagine you're drinking carrot juice, beetroot juice, definitely it's good. So you're replacing a normal water. Commercial
commercial products അല്ല. Commercial products not really. See, if you really want, say for example, ഇപ്പോൾ വെള്ളം കുടിക്കണം കുറച്ച് ബോർ ആവും. Not like that. It's not easy എല്ലാ ടൈം വെള്ളം കുടിക്കണം പറഞ്ഞ് it's not. So you can just add some chia seeds to that. Make it little bit like interesting. So that you drink it regularly kind of thing. Or a personalized bottle pidikya, like water bottle, which is fancy also. So that you feel happy to social media there are drink two things. that. One is good, one is bad. You need to know which to, take Pick. it. Because Yeah. these things, as I told, chia seeds or, those water, infused water. Bottles, they are marketing. Yeah. Okay? അങ്ങനെ ഇവിടെ infusion വെക്കുക, filter ഉണ്ട്, and that water. Throughout the day, that is good. Cucumber water ആയിരിക്കും, you put some orange in it, cucumber seeds. There's no harm there. Chia seeds in it, we do recommend. Because seeds is very good for fertility. For males and females. Chia seeds or seeds not only in chia general? seeds, all seeds. Because antioxidant level വളരെ അധികം ഉണ്ടാവും. So antioxidants is very important for oocyte quality and prevents aging, plus your sperm quality also. So these two things we usually tell when we tell diet to our fertility patients, not only your healthy diet and things like that, add more seeds. No, definitely then carbohydrate reduction, protein intake, all those things are there. With that, include as much as seeds as possible. അപ്പം ആ സീഡ്സിന്റെ ലിസ്റ്റ് ഒന്ന് പറയോ, വിച്ച് ഇസ് വെരി ഗുഡ് ഫോർ യുവർ Everything, chia seeds, flax seeds, and your pumpkin seeds, sunflower seeds, all these kind of seeds, all like അങ്ങനെ തന്നെ watermelon കഴിക്കാൻ അതിടെ ഒരുമിച്ച് സീഡ് കഴിക്കാൻ പറ്റൂല, that is very difficult, but it's good. But ഇപ്പോൾ grape seed കഴിക്കും, that is known to be one of the highest in antioxidant level, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റൂല. But ഈ മുന്തിരി കഴിക്കുമ്പോൾ സീഡ് കഴിക്കാവോ? If you are I'll okay, tell you. it's If good you for are health, okay. but we cannot But eat. it's good for health. The content which it is in it is good for health. But at least try to eat which is available as seeds. Like ഇപ്പോൾ കടയ്ക്ക് പോയാൽ you do get sunflower seeds which തുള്ളി എടുത്തിട്ട് dry ചെയ്തിട്ട് they sell it. So those are good. Okay, chia seeds is also good, but in limits. Like put it in the water. ഇപ്പോൾ sir പറഞ്ഞ പോലെ 1 to 2 liters of water you have to count. Imagine ഞാൻ ഇഷ്ടം പോലെ അപ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചു, ഇപ്പോൾ ഒരു ഗ്ലാസ്, there is no count to it. You have to so have make a- sure that's why I told you get up in the morning, Keep a bottle. fill 2 liters of water. Make sure, okay, I have to finish this 2 liters of water. Yeah. If you're working, finish half in the morning, take 1 bottle into your workplace, finish that, come back and finish certain amount. That is be better. You can plan it. Yeah. That will be only So then you will get then your only you'll count. get to know that you have drinks. Then you will realize എത്ര difficulty ആണ് ഈ വെള്ളം കുടിക്കാൻ. No, it's not easy. It's not easy to empty. Even This is what I've us seen. for that matter, if there's a bottle in front of you, you will drink, otherwise we Yes, we forget. don't. Our workplace, our stresses. Second and, thing I've things seen we is forget. that other thing is that leafy vegetables. This is the second point which people have forgotten. Leafy vegetables, other thing which is very high with vitamin B. നമ്മൾ കുറേ ഗുളിക എടുക്കുന്നുണ്ട്, so many vitamin B complex, vitamin, so many things. But people ഈ ഒരു leafy ഈ ചീര items you have to eat more. That has a lot of ഇപ്പോൾ PCOS vitamins. കുട്ടികളെല്ലാം കൂടുതലാവുന്നുണ്ട്. ബിക്കോസ് ബോത്ത് പേരൻസ് ഓൾസോ ദേ ഗിവ് കുഞ്ഞി ചോദിക്കുന്നുണ്ടല്ലോ കൊടുക്കുക ജങ്ക് ആൻഡ് ആ പച്ചക്കറി വേണ്ട ഈ പച്ചക്കറി വേണ്ട. സോ വാട്ട് യൂഷ്വലി ഐ ടെൽ ഇസ് ബാലൻസ് യുവർ മീൽ. Like if you're taking this much of carbohydrate, we're not telling don't make it a zero. Take carbohydrate, take equal amount of pachakarigal, everything. Protein. And protein, vitamins, minerals, you have to have a balanced meal. But problem is that if you go if you consult me to my clinic and നിങ്ങൾ ചോദിച്ചാൽ എന്തെല്ലാം ഫുഡ് എടുക്കാൻ, I can just give you ഒരു ഐഡിയ കൊടുക്കാൻ പറ്റും, but I won't have time to tell everything. ലൈക്ക് നിങ്ങളുടെ ഡയറ്റ് എങ്ങനെ ചെയ്യും. സോ ഞാൻ ഒരു യൂഷ്വലി നമ്മൾ പേഷ്യൻസ് സജസ്റ്റ് യു ടു ഗോ ടു എ ഡയറ്റീഷ്യൻ. This is my frank suggestion because their work is only that. അത് നിങ്ങളെ ബോഡി വെയിറ്റ് നോക്കും, നിങ്ങളെ ഹൈറ്റ് നോക്കും. ബേസ്ഡ് ഓൺ ദാറ്റ് ദേ വിൽ സജസ്റ്റ് യു സം ഡയറ്റ് ബേസ്ഡ് ഓൺ വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ ഓർ വീഗൻ ഓർ വോട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അവർ ദേ ഹാവ് മോർ സേ ദാൻ അസ് ആക്ച്വലി, ടു ബി ഫ്രാങ്ക്. ബട്ട് വി വിൽ റിക്കമെൻഡ് സം പ്രൊഡക്ട്സ് ഹിയർ ആൻഡ് ബിക്കോസ് വി ഹാവ് എൻ ഐഡിയ. ബിക്കോസ് ബട്ട് എത്ര എടുക്കണം ക്വാണ്ടിറ്റി അല്ല, യു ഹാവ് ടു കൺസൾട്ട് dietitian, but which people are not very oriented on. PCOS വന്നാല് പോകുന്നോ അതങ്ങനെ തന്നെ നിൽക്കുന്ന ആ ഒരു എല്ലാ ഒരു ചോദ്യങ്ങളുണ്ടാവും. PCOS is one of the commonest നമ്മുടെ ക്ലിനിക്കിൽ വരാനുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലമാണ്. Most of the people who come for infertility issues will have PCOS or poor ovarian reserve. Means എഗിൻ്റെ ക്വാളിറ്റി വളരെ നേരത്തെ ഇപ്പോൾ കുറവാവുന്നത് കണ്ടെത്തുന്നുണ്ട്, പ്ലസ് ആൾക്കാർ കുറവാവുന്നുണ്ട് വേഗം. ആൻഡ് വൺ മോർ തിങ് ഈസ് ഓൾ യുവർ പ്ലാസ്റ്റിക്കേറ്റഡ് ഐറ്റംസ് യു ക്യാൻ കോൾ വിത്ത് പ്രിസർവേറ്റീവ്സ്, ക്യാൻഡ് ഫുഡ്സ്, ഇതിനെല്ലാം അവോയ്ഡ് ചെയ്യാൻ ഡെഫിനറ്റ്ലി പറയുന്നു. ദീസ് ആർ ഓൾ ഫെർട്ടിലിറ്റി നോ കൈൻഡ് ഓഫ് ഫുഡ്സ്. ഓക്കെ. സോ ഇപ്പം നമ്മൾ ഇപ്പം ഡോക്ടർ കുട്ടികളിൽ PCOSൻ്റെ ആയിരുന്നു, കുട്ടികളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് വാട്ട് പാരൻസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡോണ്ട് ഗിവ് ദം മണി ടു ഗോ ബൈ ജങ്ക്. ഇപ്പം നമ്മൾ വെൻ വി ഗോ ഫ്രം വൺ പ്ലേസ് ടു
one place to another place. I keep driving and I see ഈ സ്കൂളിൽ വിടാനുള്ള ടൈമിൽ എല്ലാ കുട്ടികളും നടന്നിട്ട് പോകുമ്പോൾ ഒരു ചിപ്സ് പാക്കറ്റ് ഉണ്ടാവും, 3-4 ആളുണ്ടാവും. they make groups and go on eating. that is very much a no. Cravings would be there. Yeah, Cravings കുറച്ച് എടുക്കണം, I ഇല്ല tell ഞാൻ them പറഞ്ഞില്ല. But you are feeling to eat like you or me or anybody for that matter, ഒരു ചിപ്സ് പാക്കറ്റ് ഉപ്പനാക്കും, അതിൽ 3 കഷ്ണം എടുത്താൽ മതിയല്ലേ. അത് മൊത്തത്തിൽ ഇരുന്നിട്ട് കഴിക്കണം നിർബന്ധമില്ല. it is not good. See, everybody has cravings. Once in a while നിങ്ങൾ ജങ്കായിട്ട് കഴിക്കണം, പുറത്തിറങ്ങിയിട്ട് സ്നാക്ക് ആയിട്ട് കഴിക്കണം, it's okay. But then routine ആയിട്ട് don't give them that. ചെറുപ്പത്തിലേ നമ്മൾ ആ ഒരു ഡയറ്റ് നല്ല രീതിയിൽ അഭ്യാസം ചെയ്താൽ അവർ അതിന് തന്നെ ഫോളോ ആക്കും. other thing, So that second is thing one I feel for parents, I don't know how it is right. ഞാൻ പറഞ്ഞ റൈറ്റ് ആണോ ഞങ്ങൾക്കും അറിയില്ല. I suggest sometimes don't take your children to supermarket and allow them to buy whatever you want. This is a big mistake because മുമ്പത്തെ I am from older, like not older, in the middle, but we used to നമ്മളൊരു കടലിൽ പോയിട്ട് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, ആ ലിസ്റ്റ് നമ്മൾ മേടിക്കും. സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ എന്തായാലും ഇറ്റ് ഈസ് വെരി ഫാൻസി, നമ്മൾ കുറേ എല്ലാം വേണ്ട, നമ്മൾ എന്താ വേണം അതിന് കൂടുതൽ നമ്മൾ വേണ്ടാത്ത ഐറ്റംസ് നമ്മൾ കൊണ്ടുവരും. ആൻഡ് വെൻ യു സെയിം കൾച്ചർ നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ probably they will buy whatever they like, because നോക്കുമ്പോൾ ഒരു അട്രാക്റ്റീവ് ആണ്, ബിക്കോസ് ഇറ്റ്സ് ഇൻ ദ ഒബ്വിയസ്ലി ഇത് ഒരു അട്രാക്റ്റീവ് ഫീൽ ഉണ്ടാകുമ്പോൾ വേണ്ടാത്ത ഐറ്റംസ് കുറേ മേടിക്കാൻ ചാൻസ് ഉണ്ടാവും. സോ പ്രോബബ്ലി ദാറ്റ് യു ക്യാൻ അവോയ്ഡ് ഇൻ ദ ചിൽഡ്രൻ. ഫുഡ് തിങ് ഫുഡ് ശ്രദ്ധിക്കുക, അവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കുക. ഫിസിക്കൽ ആക്ടിവിറ്റി. ഇപ്പോൾ എല്ലാവരും സ്കൂളിൽ വന്ന ശേഷം എന്നാൽ ടി വി ഇല്ല മൊബൈൽ പിടിച്ചിട്ടു, ഐപാഡ് മൊബൈൽ പിടിച്ചിട്ടു വീഡിയോസ് നോക്കിക്കൊണ്ട് അതേക്കാൾ കുറച്ച് ജോലി ചെയ്യാൻ എല്ലാ കുട്ടികൾക്കും ഒരു ദേഷ്യം വരും, മടിയും ഉണ്ടാവും. സോ അറ്റ്ലീസ്റ്റ് ഗോ ഇൻ യോർ വേ. സ്കിപ്പിംഗ് ചെയ്തു, സൈക്ലിംഗ് ചെയ്തു, സ്വിമ്മിങ് ചെയ്തു, എനി ഫിസിക്കൽ ആക്ടിവിറ്റി, ഇൻവോൾവ് ദം ഇൻ 20 to 30 minutes physical activity in a younger age group. So ആ ടൈമിലേ നമ്മളതിനെ ഈ രണ്ട് മെയിൻലി ശ്രദ്ധിക്കണം. സോ ദാറ്റ് ഈസ് വൺ തിങ് അറ്റ് യങ്ങർ ഏജ്. അവർക്കൊന്നും സ്ട്രെസ് ലെവൽസ്. സോ ഡയറ്റ് ആൻഡ് എക്സസൈസ് ചെറുപ്പത്തിലേ നമ്മൾ കൺട്രോൾ ആക്കണം. ബിക്കോസ് PCOS വന്നാൽ ഐ യൂഷ്വലി ഗിവ് എക്സാമ്പിൾ ഫോർ ഡയബറ്റീസ് ഉള്ള പോലെ. ഒരു PCOS വന്നാൽ ട്രീറ്റ്മെൻറ്റ് വേണോ, എപ്പോഴും വേണോ എന്ന് ചോദിച്ചാൽ ട്രീറ്റ്മെൻറ്റ് വേണം. ഗുളികകൾ ചിലപ്പോൾ തുടങ്ങും, ഡിപ്പെൻഡ് ഓൺ സിവിയറിറ്റി ഓഫ് PCOS. ഹോർമോണൽ ലെവൽസ് എല്ലാം നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കും. പ്ലസ് ഇപ്പോൾ ഡയബറ്റീസ് വന്നാൽ എന്താ ചെയ്യും, ഡോക്ടറെ അടുത്ത് പോകും, ഷുഗർ വന്നിട്ടുണ്ട്, ഗുളിക എഴുതി കൊടുക്കും. വീട്ടിൽ വന്നിട്ട് ലഡ്ഡു ജിലേബി അങ്ങനെ ഒന്നും കഴിക്കാൻ വിടില്ലല്ലോ. വി ഡു ടേക്ക് കെയർ ഓഫ് ഡയറ്റ് ഓൾസോ. അതേപോലെ PCOSൽ we do, depending on severity, recommend medications, but you have to go home and do diet and exercise. But PCOS is something which is മാറാമട്ടു, അത് അങ്ങനെ തന്നെ ക്യൂറബിൾ ആണ്. ബട്ട് യു ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഇപ്പം എനിക്ക് PCOS വന്നിരുന്നു, പോയി ഇപ്പോൾ ഇനി ഞാൻ എല്ലാം വേണമെന്നുള്ള സാധനം കഴിക്കാം. നോ, ദാറ്റ്സ് നോട്ട് ദെയർ. യു ഹാവ് ടു മെയിൻറ്റെയിൻ. ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആൻഡ് ദാറ്റ് ഫസ്റ്റ് ട്രെയിൻ ട്രീറ്റ്മെൻറ്റ് ഇസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. സ്ലീപ്പ് ഹാബിറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സമയമൊക്കെ കിടക്കണം, സമയമൊക്കെ എണിക്കണം. മിനിമം ഒരു 6 to 8 hours ഓഫ് സ്ലീപ്പ് ഡിപ്പെൻഡിങ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ അത്ര വേണം. സോ ദാറ്റ് ഈസ് വാട്ട് യുവർ PCOS കൈൻഡ് ഓഫ് ലുക്സ് ലൈക്ക്. ഓക്കെ. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുന്ന, നമ്മളിപ്പം ഇതിനു മുമ്പ് ഞാൻ ഒരു പ്ലാസ്റ്റിക് സർജനോട് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു നമുക്ക് ഡിംപിൾസ് ഉണ്ടാക്കാൻ പറ്റും, ഒരു 10,000 rupees കൊടുത്താൽ ഡിംപിൾസ് ഉണ്ടാക്കാൻ പറ്റും ആർട്ടിഫിഷ്യൽ ആയിട്ടെന്ന്. അതുപോലെ ഈ റീകൺസ്ട്രക്റ്റീവ് പേർപ്പസിനല്ലാണ്ട് മെഡിക്കൽ പേർപ്പസിനല്ലാണ്ട് ഈ ബ്യൂട്ടിഫിക്കേഷന് ചെയ്യുന്ന അതർ ദാൻ ബോട്ടോക്സ്, ഫേസ് ലിഫ്റ്റ് ആൻഡ് ഫില്ലേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? Basically in beautification കുറേ ഐറ്റംസ് ഉണ്ട്, like something like hydrofacial or like carbon facial. There are so many types of ഞാൻ പറഞ്ഞ ഫേഷ്യൽസ് അല്ല, ഇപ്പൊ ഡിംപിൾ ഉണ്ടാക്കാൻ പോലെ. Yes, but see dimple in a medical term അതൊരു ഡിഫക്റ്റ് ആണ്. പറഞ്ഞ അങ്ങനെയല്ല, ഒരു മസിലിന്റെ ഡിഫക്റ്റ് ആണ് ഡിംപിൾ. But it looks cuter. It looks cuter, but it's very simple procedure because പുറത്തുനിന്ന് മുറിയൊന്നും ആക്കാണെന്നില്ല. ഉള്ളിൽ we make a small hole and we actually we thin that muscles. ആ മസിൽസ് ആ ഏരിയ തിൻ ആക്കിയിട്ട് we create that dimple. So dimple is basically ഒരു ഡിഫക്റ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഒരു മസിലിൻ്റെ ഒരു ഡിഫക്റ്റ് ആണ്. ദാറ്റ് ഇസ് എ ഡിംപിൾ. സോ അതാണ് നമ്മൾ പുറമെ ക്യൂട്ടായിട്ട് കാണുന്നത്. ആക്ച്വലി ഒരു പ്രശ്നമാണ്. അപ്പം ഡിംപിൾ ഉള്ളവരോട് അത്ര വലിയ ഭംഗിയൊന്നുമില്ല, അതൊരു ഡിഫക്റ്റ് ആണ്. ഇറ്റ്സ് എ ഡിഫക്റ്റ് ആക്ച്വലി. ബട്ട് ആൾക്കാർക്ക് അതൊരു ചോയ്സ് ഉണ്ടെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി യെസ് ഇറ്റ്സ് വെരി സിമ്പിൾ. ഇറ്റ്സ് ഹാർഡ്ലി 15-20 minutes പ്രൊസീജിയർ ആണ്. ഓഫീസ് ബേസ്ഡ് പ്രൊസീജിയേഴ്സ്, ഹാർഡ്ലി 15-20 minutes. എന്താണ് ലോക്കൽ ആൻഡ് അപ്പോൾ തന്നെ യു ക്യാൻ ഗോ ബാക്ക്. ഇറ്റ്സ് എ ലഞ്ച് ബ്രേക്ക് പ്രൊസീജിയർ. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്ക് ഇപ്പം 2 സൈഡിൽ ഡിംപിൾ വേണമെന്ന് വിചാരിക്കും, വാട്ട് ഷുഡ് ഐ ഡു? അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? Usually consultation I will ask. You have to come for one consultation. Yes, because we need to assess that. And nammal pinne endha cheyuva where you want dimple, we ask you. Which area we have on measurements for that. Namakoru technically we have a measurements, but still chala patients there will be some demands for that. Based on the demands we mark that area. Marked area namakku ee oru
we just do the procedure under local. And local is a small anesthesia needle we give there, like a dental ഓ നമ്മൾ procedure. പല്ല് പറിക്കുമ്പോഴൊക്കെ Yes, ചെയ്യുന്ന like a പോലെ dental procedure pole. And within 15-20 minutes we just use some stitches pole materials use ചെയ്തിട്ട് we create the dimple. So it takes around 1 week to 10 days for that ആ ഒരു പ്രൊസീജിയറിന് ആ ഒരു എഫക്ട് പ്രോപ്പർ നാച്ചുറൽ ഫീലിലേക്ക് വരാൻ വേണ്ടി. സോ പ്രോബബ്ലി 2 weeks later you will have a natural dimple there. ഈ വായിലുണ്ടാക്കുന്ന പ്രശ്നമാണല്ലോ, വായിലുണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ ആണല്ലോ, അപ്പൊ ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് ഫുഡ് ആൻഡ് അതൊക്കെ വളരെ നോർമലോ? Normal you can take, there's nothing like that. പെയിൻഫുൾ ഒന്നും അല്ല? No, not really. ഓക്കെ. ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞില്ല ഈ ബ്യൂട്ടിഫിക്കേഷന് ചെയ്യുന്ന ഒരുവിധം മിക്ക പ്രൊസീജിയേഴ്സിനും ഒരു റീഡു ചെയ്യേണ്ടി വരുന്നത്. ഡിംപിൾ അങ്ങനെ ചെയ്യേണ്ടി വരുമോ? Sometimes ചില if your muscles are very strong, വളരെ മസിൽ വളരെ സ്ട്രോങ് ആണ് പറഞ്ഞാൽ, ബിക്കോസ് മസിൽസ് ക്യാൻ ഫിൽ അപ്പ് ദയർ ആക്ച്വലി. സോ ചിലപ്പോൾ രണ്ടാമത്തെ പ്രൊസീജിയർ വേണ്ടി വരാൻ ചാൻസ് ഉണ്ടോ. ഡിംപിൾ ക്യാൻ ഫേഡ് അവേ ആസ് ടൈം ഗോസ് ബൈ. നമ്മൾ ഡിംപിൾ ഫേഡ് ആവാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് യുവർ മസിൽസ് ക്യാൻ ഗ്രോ ബാക്ക് ഓർ യുവർ മസിൽസ് ക്യാൻ ബി വെരി സ്ട്രോങ്ങർ ഓൾസോ. ബട്ട് നാച്ചുറൽ ഡിംപിൾ വിൽ നെവർ ഗോ ബിക്കോസ് നാച്ചുറൽ ഡിംപിൾ എന്തായാലും പെർമനന്റ് ആണ്, അവിടെ മസിൽ ഡിഫക്റ്റ് തന്നെയാണ്. സോ ബട്ട് വെരി അൺലൈക്ലി എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല അത്ര സ്ട്രോങ് മസിൽസ്, ബിക്കോസ് കുറേ കോമൺ ഡിംപിൾ ചെയ്യുന്ന ആൾക്കാർ പെണ്ണുകളാണ്. സോ ദേ വിൽ നോട്ട് എ വെരി സ്ട്രോങ് മസിൽസ് ലൈക്ക് ദ മെയിൽ പാർട്ട്. സോ യൂഷ്വലി ഡിംപിൾ ക്രിയേഷൻ രണ്ടാമത്തെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി, ഒരു ഡിംപിൾ ഫേഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ദാറ്റ്. ഏതാണ്ട് എത്ര രൂപ വേണം നമുക്ക് ഡിംപിൾസ്? Somewhere in that range only, 10 to 20,000 based on that range only. 15-20 minutes in the procedure. Yes, that's all. Yes, that's only that much procedure. But under the like proper എന്താ പറയുക aseptic procedure പറയും, എന്നാൽ ഒരു ഇൻഫെക്ഷൻ OT ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്യും. ആണോ? Yeah, because infection വരാണ്ട് പറഞ്ഞിട്ട് നമ്മൾ we will be safer. suturing it's always infection വന്നു കഴിഞ്ഞാൽ then ഫേസിൽ ഏത് പ്രൊസീജിയർ ആയാലും I believe that ഫേസിൽ എന്ത് ചെറിയ പ്രൊസീജിയർ ആയാലും I do under in the operation theatre തന്നെയാണ്. റീസൺ എന്താ പറഞ്ഞാൽ ചെറിയൊരു ഇൻഫെക്ഷൻ ആയാലും ഫേസിൽ then you will have lot of problems. അതിൻ്റെ പാട് മാറാൻ പിന്നെ കുറേ ജോലിയുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. സോ ചെയ്യുമ്പോൾ തന്നെ when you're doing first time തന്നെ you should do in the best level. That is ആ രീതി ചെയ്താൽ നമുക്കൊരു അതിൻ്റെ ഫ്യൂച്ചർ വിൽ ബി വെരി മച്ച് ബെറ്റർ റിസൾട്ട്സ്. Then other face surgeries to beautify, it's there. Lip augmentation, lip reduction, facelift, rhinoplasty. But that is based on needs of the patient. See, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻ്റ് നമുക്ക് വന്നാൽ ഇങ്ങനത്തെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ നെവർ സജസ്റ്റ് ദം ഡു ദിസ് ഡു ദാറ്റ്. റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് ചോദിക്കും വാട്ട് ഈസ് യുവർ പ്രോബ്ലം, വാട്ട് ഈസ് കൺസ്, ബിക്കോസ് Why do you want to do this? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് ഷാറുഖ് ഖാൻ. ഹി ഹാസ് എ ബാഡ് നോസ് ബട്ട് ഹീസ് എ സൂപ്പർ സ്റ്റാർ. അത് പീപ്പിൾ ഡോണ്ട് സീ ഹിസ് നോസ് ലൈറ്റ്. സോ ഒബ്വിയസ്ലി അവർ ഇതുവരെ സർജറി ചെയ്തിട്ടുമില്ല, സ്റ്റിൽ ഹീ ഈസ് വെരി ഫേമസ്. സോ സെയിം വേ ഐ ടെൽ ദ പേഷ്യൻ്റ് ദാറ്റ് ഇഫ് യു ഫീൽ ദാറ്റ് യു ഹാവ് ടു ഡു ദെൻ ഓൺലി ഡു. ഇത് വേറെ ആൾക്ക് വേണ്ടി ചെയ്യേണ്ട, അവന് പറഞ്ഞിട്ട് വന്നിട്ട് ചെയ്യേണ്ട, ഇവർ പറഞ്ഞിട്ട് വന്നിട്ട് ചെയ്യേണ്ട. If you badly want to do it, അതുകൊണ്ടൊരു you want to do, you tell me the concern, then ഞാൻ അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് പറയും, അതിൻ്റെ പ്ലസ് പറയും, അതിൻ്റെ മൈനസ് പറയും. ഞങ്ങൾ പിന്നെ യു ഷുഡ് ടേക്ക് ദ ഡിസിഷൻ വെദർ ടു ഗോ ഫോർ ദ സർജറി ഓർ നോട്ട്. സോ ദിസ് ഹാപ്പൻസ് ഇൻ ദ കൺസൾട്ടേഷൻ. ഇപ്പോൾ ഫസ്റ്റ് അവർ എന്തെങ്കിലും അവരെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ ആ കംപ്ലയിൻസിൻ്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ ഒരു പ്ലസ് മൈനസും ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് ദേ ഹാവ് ഫ്രീഡം ടു ടേക്ക് ഡിസിഷൻ, അത് ചെയ്യണോ വേണ്ടേ, ദാറ്റ് ദേ ക്യാൻ ഡിസൈഡ് ഓൺ ദാറ്റ്. ദിസ് ഈസ് വാട്ട് ഐ യൂഷ്വലി സജസ്റ്റ്. ബിക്കോസ് ഇപ്പോൾ അവർ ഞാൻ തന്നെ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞാൽ നാളെ പിന്നെ അവർ വീട്ടിൽ പോയിട്ട് അത് തന്നെ ഒരു മൈൻഡിലുണ്ടാവും, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇത് ശരിയില്ല പറഞ്ഞു. സോ ദെൻ ദേ വിൽ കം ഫോർ ദ പ്രൊസീജിയർ ഫോർ ദാറ്റ്. ദാറ്റ് ഈസ് ബേസിക്കലി ഐ ഹാവ് ടോൾഡ് ദം ടു ഡു ദിസ് പ്രൊസീജിയർ. അവർ തന്നെ പറഞ്ഞതല്ല. സോ ഐ വോണ്ട് ആൾക്കാർക്ക് തന്നെ അവർ പറഞ്ഞാൽ ദെൻ വി ക്യാൻ സജസ്റ്റ് അവർ ബുദ്ധിമുട്ട് എന്താ പറഞ്ഞാൽ ദെൻ ഐ ക്യാൻ ടെൽ ദം മച്ച് ബെറ്റർ. ഇപ്പോൾ ഒരാൾ വർക്കൗട്ട് ചെയ്തു, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ നല്ലോണം വർക്കൗട്ട് ഒക്കെ ചെയ്തു, ഈ പറഞ്ഞ മാതിരി സ്റ്റബേൺ ഫാറ്റ് ബെല്ലിയുടെ അറൗണ്ടിൽ ലൈപ്പോസെക്ഷൻ ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? സി ലൈപ്പോസെക്ഷൻ പ്രൊസീജിയർ നമ്മളൊരു യൂഷ്വലി ഒരു സ്റ്റെപ്സ് എല്ലാം പ്രൊസീജിയർ ഒരു 3 സ്റ്റെപ്പായിട്ട് നമ്മൾ പറയും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളൊരു ചെറിയൊരു ഓപ്പണിങ് ചെയ്യും. ചെറിയൊരു ഓപ്പണിങ് ചെയ്ത ശേഷം ഒരു ട്യൂബ് പോലെ സാധനം ഉണ്ടാവും. ആ ട്യൂബിൽ കുറച്ചൊരു കോക്ടെയിൽ ഓഫ് മിക്സ്ചേഴ്സ് പറഞ്ഞാൽ അതിലൊരു വേദന കുറയ്ക്കാനോ അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയ്ക്കാനോ ഒരു കോക്ടെയിൽ ഓഫ് മിക്സ്ചേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ ട്യൂമെസെൻസ് എന്ന് പറയും. ആ ട്യൂമെസെൻറ്റ് ഫ്ലൂയിഡ് നമുക്ക് ഉള്ളിൽ കയറ്റിയ ശേഷം വി വെയിറ്റ് ഫോർ 10 minutes ആൻഡ് ദെൻ ബിക്കോസ് ആ ഏരിയ കുറച്ചൊരു ബ്ലീഡിങ് കുറയ്ക്കാൻ പിന്നെ നമ്മളൊരു ചെറിയൊരു ട്യൂബ്, പിന്നെ രണ്ടാമത്തെ ട്യൂബ് ഉണ്ടാവും. ആൻഡ് ത്രൂ ദാറ്റ് ടു വി റിബ്രിങ് ദാറ്റ് ഫാറ്റ് ഔട്ട് സൈഡ്. ഇപ്പോൾ ഈ സക്ഷൻ ചെയ്യുന്ന ലൈപ്പോസക്ഷൻ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൽ ദർ ആർ ഡിഫറെൻറ്റ് ടെക്നോളജീസ്. ലൈക്ക് ഐ ടോൾഡ് അൾട്രാസോണിക് ലൈപ്പോഷൻ. അൾട്രാസോണിക് ലൈപ്പോഷൻ പറഞ്ഞാൽ വി മെൽറ്റ് ദ ഫാറ്റ്. ആ ഫാറ്റ് മെൽറ്റ് ആക്കിയിട്ട് വേറെ സ്ട്രക്ചേഴ്സ് ഒന്നും ഡാമേജ് ആക്കാതെ ഫാറ്റ് മാത്രം മെൽറ്റ് ആക്കിയിട്ട് പുറത്തെടുക്കാൻ പറ്റും.
ഈ നെർവ്സ് ഉണ്ട്, ആർട്ടറി ഉണ്ട്, അതൊന്നും ഡാമേജ് ആക്കാതെ. ഇഫ് ദർ ഇസ് സെക്കൻഡ് ടൈപ്പ് കോൾഡ് പവർ അസിസ്റ്റഡ് ലൈപ്പോസക്ഷൻ. അതിൽ നമ്മളൊരു പവർ യൂസ് ചെയ്തിട്ട് വൈബ്രേറ്റ് ആക്കും. ഇറ്റ് വൈബ്രേറ്റ്സ് വെരി ഫാസ്റ്റ്. ആ വൈബ്രേറ്റ് ആക്കുമ്പോൾ ഈ ഫാറ്റ് സെപ്പറേറ്റ് ആവും. ഫാറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് പുറത്ത് വരും. ഇത് സെക്കൻഡ് ടൈപ്പ് ഓഫ് മെത്തേഡ്. തേർഡ് ഇസ് എ ലേസർ. ഈ ലേസർ വളിയിൽ ലേസർ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഫാറ്റ് സെപ്പറേറ്റ് ആക്കും. ദെൻ വി ബ്രിങ് ഇറ്റ് ഔട്ട്. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ലൈപ്പോസക്ഷൻ വേർ വി ബ്രിങ് ദ ഫാറ്റ് ഔട്ട്സൈഡ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ വി അസസ് ദ സ്കിൻ. അതിന് കുറച്ചൊരു സ്കിന്നിന് കുറച്ച് ടൈറ്റനിങ് വേണമെന്നുണ്ടെങ്കിൽ വി യൂസ് RF റേഡിയോ ഫ്രീക്വൻസി ടെക്നോളജി പറഞ്ഞൊരു ടെക്നോളജി ഉണ്ടാവും. വി ടൈറ്റൻ ദി സ്കിൻ ബിക്കോസ് നമ്മൾ ഫാറ്റ് എടുത്താൽ മാത്രം മതിയാവില്ല, അപ്പോൾ തന്നെ ചെയ്യും. ബിക്കോസ് ഇല്ലെങ്കിൽ എന്തൊരു സ്കിന്ന് തൂങ്ങി ഉണ്ടാവും. യു ഡോണ്ട് വാണ്ട് ദാറ്റ് ഓൾസോ ബിക്കോസ് ഫാറ്റ് പോയ ശേഷം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം ഫോർ ദ സ്കിൻ. സോ നമ്മൾ ടൈറ്റനിങ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. സോ ദിസ് വി കസ്റ്റമൈസ് അക്കോർഡിംഗ് ടു ദാറ്റ്. ബേസിക് സ്റ്റെപ്സ് നമുക്കൊരു ഈ 3 സ്റ്റെപ്പായിട്ട് നമ്മൾ പോകും. ഓക്കെ, അത് ഇതും ഒരു 1 day പ്രൊസീജിയർ ആണോ? അതായത് രാവിലെ ചെയ്ത് വൈകിട്ട് പോവാം? നോ, ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ. ചെറിയ ഏരിയ ആണെങ്കിൽ സെയിം ഡേ യു ക്യാൻ ഗോ. വയറ് പറഞ്ഞ ഇറ്റ്സ് എ ബിഗർ ഏരിയ. സോ യൂഷ്വലി കപ്പിൾ ഓഫ് ഡേയ്സ് നമ്മൾ നിൽക്കാൻ പറയും. ബിക്കോസ് ഇഫ് ഇറ്റ് ഇസ് എ ബിഗ് ഏരിയ, കുറേ ചെയ്തതുണ്ട് എന്ന് പറഞ്ഞാൽ യൂഷ്വലി വെൻ യു ഡു ലൈപ്പോസക്ഷൻ അല്ലെ ദ സേഫ് ലൈപ്പോസക്ഷൻ പറഞ്ഞാൽ വി കാൽക്കുലേറ്റ് ഇൻ ദ ലീറ്റേഴ്സ്. നമ്മൾ ഈ ഫാറ്റ് വെള്ളമായിട്ട് പുറത്ത് വന്നതല്ലേ. സോ വി കാൽക്കുലേറ്റ് ഇൻ ലീറ്റേഴ്സ്. ഇറ്റ് ഷുഡ് നോട്ട് ക്രോസ് 7 ലിറ്ററിന് കൂടുതൽ ഒരു സെഷനിൽ ചെയ്യാൻ പാടില്ല. ഇഫ് യു ഡു മോർ ദാൻ 7 ലിറ്റർ ചെയ്യാൻ പറ്റും, 7 ലിറ്റർ കൂടുതൽ ചെയ്യാൻ പറ്റും, ബട്ട് റിസ്ക് കുറച്ച് കൂടുതലുണ്ടാവും. സോ യൂഷ്വലി സേഫർ ഈസ് 5 to 7 ലിറ്റേഴ്സ് ഒരു സെഷനിൽ നമ്മൾ എടുക്കാൻ നോക്കും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഏരിയ കാൽക്കുലേഷൻ എത്ര ഫാറ്റ് നമ്മൾ എടുത്തു, എത്ര അതിന് അനുസരിച്ചിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കും. സോ ഇത് ബേസിക്കലി വി ഡു ഡിസിഷൻ ഇൻ ദ കൺസൾട്ടേഷൻ. ഇത് നമ്മൾ മുമ്പേ എല്ലാം ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റിക്ക് നമ്മൾ IVF ആണ് ഏറ്റവും കോമൺ കേൾക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് ഏതൊക്കെ ട്രീറ്റ്മെന്റ്സാണ് ഉള്ളത്? IVF മാത്രമാണോ ഓപ്ഷൻ? ഇല്ല, ഡെഫിനറ്റ്ലി ഇപ്പോൾ IVF എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എൻ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ വരാനുള്ള വോക്കിൻ എല്ലാവർക്കും അപ്പോൾ കുട്ടികളാവുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി IVF പറയില്ല. എല്ലാവർക്കും IVF ഇസ് നോട്ട് ദി ഓപ്ഷൻ ടു ബി ഫ്രാങ്ക്. ചില ആൾക്കാർ കുറച്ച് ബേസിക് ഫോളിക് ആസിഡ് കൊടുത്താലും കൺസീവ് ആവും. സോ ബേസിക്കലി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി കോസ്. ഓരോരോ കപ്പലുക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. ആ കോസിനെ കണ്ടെത്തിയിട്ട് അവിടുത്തെ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഇനീഷ്യലി ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് ആ ഓവുലേഷൻ ഇൻഡക്ഷൻ, കുറച്ച് ഗുളികകൾ കൊടുക്കും, അതിൽ അണ്ട ഉത്പത്തിയായിട്ട് വന്നിട്ട് പിന്നെ വി ഫോളോ അപ്പ് ദാറ്റ് പേഷ്യൻ്റ് ആൻഡ് ദേ കൺസീവ്. സോ ഡിപ്പെൻഡിങ് ഓൺ ദിയർ ഇൻഡിക്കേഷൻ, എഗിൻ്റെ ക്വാളിറ്റി, സ്പേമിൻ്റെ ക്വാളിറ്റി, ട്യൂബിൽ ടെസ്റ്റ്, അതെല്ലാം നോക്കിയിട്ടാണ് ലാസ്റ്റ് ഓപ്ഷൻ ഇസ് IVF. ഇപ്പോൾ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഓക്കെ 2 കൊല്ലമായി കുട്ടികളായിട്ടില്ല IVF ചെയ്തോളൂ. നോ, ദറ്റ്സ് നോട്ട് ദി തിങ്. അതാണ് പബ്ലിക് ഇപ്പോൾ കുറേ IVF സെൻറ്റേഴ്സ് കണ്ടത് കൊണ്ട് ദേ തിങ്ക് ലൈക്ക് ദാറ്റ്, ബട്ട് ദറ്റ്സ് നോട്ട് ദി തിങ്. മെഡിക്കൽ മാനേജ്മെൻറ്റ്സ് കുറേ ഉണ്ട്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹു വർക്ക് ഇൻ കൺസീവ് വിത്ത് നോർമൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഇറ്റ് സെൽഫ്. ചെറിയൊരു സപ്പോർട്ടായിരിക്കും, ഇല്ല ഗുളിക കൊടുത്തിട്ട്. ചില ആൾക്കാർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഗുളിക പ്ലസ് ഇഞ്ചക്ഷൻ. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് കുറച്ചൊരു ടെസ്റ്റുകൾ ചെയ്യും, ട്യൂബൽ പേറ്റൻസി ആൻഡ് ഓൾ ദാറ്റ്. ദെൻ യു ഹാവ് IUI. ആഫ്റ്റർ ദാറ്റ് ഇസ് IVF. IUI നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ മെയിൽ ഫാക്ടർ ഫീമെയിൽ ഫാക്ടർ നോക്കിയിട്ട് ഡിസൈഡ് ആക്കും. നെക്സ്റ്റ് എന്ത് ചെയ്താലും ആവുന്നില്ല. അതിൽ സം പേഷ്യൻസ് ചിലപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ വരും എഗിൻ്റെ ക്വാളിറ്റി അത്രയേ കുറവായിട്ടുണ്ടാവില്ല, സ്പേം അത്രയേ കുറവായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി IVF പറയും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. ആ കാരണം എന്തെന്ന് മനസ്സിലാക്കിയാൽ അതിനെ അനുസരിച്ചിട്ട് ചില ആൾക്കാർക്ക് ഗുളിക മാത്രം മതിയാവും. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് IVF ഫോർ ഓൾ. IVF is actually the most advanced last treatment what is there as an option for fertility. നമ്മൾ ബാക്കിയുള്ളതിന് സർജറി എന്ന് പറയുന്നത് പോലെ IVF ലാസ്റ്റ് ഓപ്ഷൻ. ലാസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ശരി ഡോക്ടർ. 1 last question. ഇതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു മെഡിക്കൽ റീസൺസും ഇല്ല, പക്ഷേ എവിടെയെങ്കിലും ഇപ്പോൾ ഡോക്ടറിന് ഫേസ് നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ് തോന്നിയിട്ടുണ്ട്. വിൽ യു ഡു എ പ്ലാസ്റ്റിക് സർജറി ഫോർ യു? For me? അത് പിന്നെ വേറെ ആരെങ്കിലും കൊണ്ട് വിൽ യു ഗോ ഫോർ എ പ്ലാസ്റ്റിക് സർജറി? I mean only for the beautification purpose. I have done actually for myself. I will not tell that. That is the essence of cosmetic surgery, no? So you should not come to know that. Not in the face, not in the photos I have done. I've done many times because now it's worn off actually. ആണോ? Yes, I do. We do practice. We like see which I like. See, എല്ലാം കോസ്മെറ്റിക് സർജറി we don't like. ഞങ്ങളൊരു പ്രോബ്ലം പറയുമ്പോൾ നമ്മൾ സൊല്യൂഷൻ പറയില്ലേ. ബൊട്ടോക്സ് is one thing which I liked a lot because ഞങ്ങൾക്ക് നല്ല because see for example I have a lot of muscles, tones and all. So എല്ലാവരും I am also owner of the hospital also. So what happens is that നമ്മളൊരു facial expressions is very very important. If I get angry or if I angry, I don't want other person to know that. This is my feeling. Okay, I don't want opposite person to know that നമുക്കൊരു ദ്വേഷം എന്ന് പറഞ്ഞാൽ അത് I don't want to know. So usually when you do botox that is not visible.
so much. മനസ്സിലായി. അപ്പൊ this is actually This you look another pleasant. You look very much pleasant in the consultation or in your No, his main work reason life. to get that Botox done is not for beautification. It's He's basically like, I don't want that, angry expressions. look. I Angry don't young want my man look. expressions to be visible to other people because I don't want because our frustration No, so should these not are many be. other indications for Botox. You know, അങ്ങനെയല്ല not only നമ്മളെ for ഫ്രസ്ട്രേഷൻ beautification. നമ്മളെ ഓപ്പോസിറ്റ് നമുക്ക് കാണിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് വാട്ട് മൈ മനസ്സിലായി. പക്ഷെ മൈ ഇന്റൻഷൻ വാസ് ടു നോ ഇഫ് ഇറ്റ് ഇസ് സേഫ് ഓർ നോട്ട്. നമ്മൾ സാധാരണ യൂഷ്വലി സാധാരണ മനുഷ്യന്മാർ പറയല്ലോ സ്വന്തം ഹോട്ടലിൽ നിന്ന് ഓണർ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സേഫ്. അതുപോലെ ഇഫ് യു പ്ലാസ്റ്റിക് She has done സർജറി many things for me. So that's okay. Now we are a team, as you told, no? So I have learned a lot of things. Like, when you work continuously for these things. Appa nice. you work. Appa it is nice. Appa it is safe to do all those things. Yes. Appa thank you so much Thank and you it so was much. fun talking to you Yes, guys. thank Thank you. Thank you. Bye, It was bye. fun for us to be here.